കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? ഒരിക്കൽ നീലിമലക്കാട്ടിൽ ധാരാളം പക്ഷികൾ താമസിച്ചിരുന്നു. ഡാൻസുകാരിയായ മയിലമ്മ, പാട്ടുകാരിയായ തത്തമ്മ, സുന്ദരിയായ അരയന്നം, അങ്ങനെ ഒരുപാട് പക്ഷികളുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ വൃത്തിക്കാരിയായ ഒരു കാക്കമ്മയും ഉണ്ടായിരുന്നു. അവളുടെ പേര് പഞ്ചമി എന്നാണ്. എല്ലാ പക്ഷികളും ഡാൻസും പാട്ടും കളികളും ഒക്കെയായി നടക്കുമ്പോൾ പഞ്ചമി മാത്രം അതിലൊന്നും പങ്കെടുക്കാതെ അതിരാവിലെ ഉണർന്ന് ഓരോ സ്ഥലത്തും ചെന്ന് അവിടെ മുഴുവൻ അങ്ങനെ വൃത്തിയാക്കിക്കൊണ്ട് നടക്കും. ചപ്പുചവറുകൾ പെറുക്കിക്കളഞ്ഞും മാലിന്യങ്ങൾ കൊത്തിത്തിന്നും അവൾ അങ്ങനെ നടക്കുന്നത് മറ്റു പക്ഷികൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവളെ അവർ അവരുടെ കൂട്ടത്തിൽ കൂട്ടിയതുമില്ല. അവളെ കാണുമ്പോൾ തന്നെ കൊത്തി ഓടിച്ചു കളയും. പഞ്ചമിക്ക് ഇതൊക്കെ കണ്ടപ്പോ സങ്കടം വന്നു. അന്ന് രാത്രി പഞ്ചമി പറന്ന് പറന്ന് പഞ്ചാര അരുവിയുടെ തീരത്തെ മരക്കൊമ്പിലിരുന്ന മന്ത്രവാദിനിയായ മൂങ്ങമുത്തശ്ശിയോട് അവളുടെ സങ്കടമൊക്കെ പറഞ്ഞു. മൂങ്ങമുത്തശ്ശി ദേഷ്യത്തോടെ ഉറക്കെ പറഞ്ഞു, ഓടിവരും കാട്, പാട്ടുപാടും കാട്, കഥ പറയും കാട്. ഈ കാടിന്റെ മാനം കളയുന്ന കാട്ടുസുന്ദരികളെ, മനസ്സിൽ വിഷം നിറച്ച് കുടിലതന്ത്രങ്ങളുമായി നടക്കുന്ന നിങ്ങൾ എന്തധികാരത്തിലാണ് നാട് മുഴുവൻ വൃത്തിയാക്കുന്ന എന്റെ പഞ്ചമിയെ ഉപദ്രവിച്ചത്? അവളെ കളിയാക്കി ഓടിച്ചത്? കാടിനെ ഭരിക്കുന്ന കാട്ടുമുത്തിയാണ് സത്യം. അടുത്ത അമാവാസി ദിവസം നിങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ നടപ്പാക്കാൻ പോവുകയാണ്. മുത്തശ്ശിയുടെ ശബ്ദം കാട് മുഴുവൻ മുഴങ്ങി കേട്ടു. പക്ഷികൾ പേടിച്ചു വിറച്ചു, ഉച്ചത്തിൽ കരഞ്ഞു. അങ്ങനെ അമാവാസി ദിവസമെത്തി. പക്ഷികൾ പേടിച്ചൊരുമിച്ചു കൂടി. ഇനി എന്താ ചെയ്യുക? മൂങ്ങമുത്തശ്ശി എത്തും. എനിക്ക് പേടിയാവുന്നു. തത്തമ്മ കരയാൻ തുടങ്ങി. എനിക്ക് പേടിച്ചിട്ട് വിറച്ചിട്ട് വയ്യ. മയിലമ്മയും പറഞ്ഞു, എന്ത് ചെയ്യാനാ? അനുഭവിക്കാൻ തന്നെ. അവളെ നമ്മൾ ഒരുപാട് ഉപദ്രവിച്ചു. അരയന്നവും പറഞ്ഞു. പെട്ടെന്ന് ഒരു വലിയ ഇടിമുഴക്കം കേട്ടു. ശക്തമായ മിന്നലും വന്നു. അയ്യോ, മൂങ്ങമുത്തശ്ശി വരുന്നുണ്ടെന്ന് തോന്നണേ. തത്തമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോൾ തന്നെ മന്ത്രവാദിനിയായ മൂങ്ങമുത്തശ്ശി പക്ഷികൾ ഇരിക്കുന്നിടത്തേക്ക് പറന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, കാടിന്റെ മാനം കളയുന്ന കാട്ടുസന്തതികളെ, നിങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ നടപ്പാക്കുകയാണ്. ഈ കാട് ഞാൻ തീയിട്ട് നശിപ്പിക്കും. ആ തീയിൽ നിങ്ങളുടെ തൂവലുകൾ കരിഞ്ഞു കത്തിപ്പോകും. ഇവിടുള്ള എല്ലാ ഫലവൃക്ഷങ്ങളും കത്തി നശിക്കും. തൂവലുകളില്ലാത്ത ശരീരവുമായി നിങ്ങൾ വിശന്ന് വലഞ്ഞ് ഈ കാട് മുഴുവൻ അലഞ്ഞു നടക്കും. ആരും രക്ഷപ്പെടാൻ നോക്കണ്ട. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൂങ്ങമുത്തശ്ശി മാനത്തേക്ക് നോക്കി മന്ത്രം ചൊല്ലി. അപ്പോഴേക്കും വലിയൊരു മിന്നൽ വന്നു. പക്ഷികൾ ഇരിക്കുന്നതിന് ചുറ്റും
ആ മരങ്ങളിലൊക്കെ തീ വന്നു വീണു. ആ തീ പടർന്ന് കത്തുവാൻ തുടങ്ങി. പക്ഷികൾ ഉച്ചത്തിൽ കരഞ്ഞു. ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ മൂങ്ങ മുത്തശ്ശി, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ. ക്ഷമിക്കണേ മുത്തശ്ശി, ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി. ഇനി ആരെയും ഞങ്ങൾ മാറ്റി നിർത്തില്ല, ഉപദ്രവിക്കുകയുമില്ല. രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. അവരുടെ കരച്ചിൽ കേട്ട പഞ്ചമിക്കാക്ക വേഗത്തിൽ പറന്നെത്തി. അവിടുത്തെ കാഴ്ച കണ്ട് പഞ്ചമി പേടിച്ചു വിറച്ചു. അവൾ മൂങ്ങ മുത്തശ്ശിയോട് കരഞ്ഞു പറഞ്ഞു, മുത്തശ്ശി, ഒന്നും ചെയ്യല്ലേ മുത്തശ്ശി, അവരെ ഒന്നും ചെയ്യല്ലേ, അവർ പാവങ്ങളല്ലേ. പഞ്ചമി, പഞ്ചമി, ഞങ്ങളോട് ക്ഷമിക്കേ. പഞ്ചമി, മുത്തശ്ശിയോട് പറഞ്ഞ് ഞങ്ങളെ രക്ഷിക്ക് പഞ്ചമി. പക്ഷികളുടെ കരച്ചിൽ കേട്ട് പഞ്ചമി മുത്തശ്ശിയോട് വീണ്ടും യാചിച്ചു. മുത്തശ്ശി, അവരോട് ക്ഷമിക്കും മുത്തശ്ശി, ഇനി ഒരു തെറ്റും ചെയ്യില്ല മുത്തശ്ശി. പഞ്ചമിയുടെയും പക്ഷികളുടെയും കരച്ചിൽ കേട്ട് മൂങ്ങ മുത്തശ്ശിക്ക് അവരോട് ദയ തോന്നി. മുത്തശ്ശി വേഗം മാനത്തേക്ക് നോക്കി. എന്നിട്ട് മന്ത്രം ചൊല്ലി. പെട്ടെന്ന് നല്ലൊരു ഇടിമുഴക്കത്തോടെ വലിയൊരു മഴ പെയ്തു. ആ മഴയിൽ അവിടത്തെ തീ മുഴുവനും പെട്ടെന്ന് തന്നെ അണഞ്ഞുപോയി. പക്ഷികൾക്കൊക്കെ ആശ്വാസമായി. പഞ്ചമി അവിടെ നിന്നും പറന്ന് ദൂരെ എത്തി. അപ്പോൾ ഒരിടത്ത് കുറേ അധികം വാഴവിത്തുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. പഞ്ചമി വേഗം ചെന്ന് അതിൽ നിന്ന് ഒരെണ്ണം കൊത്തിയെടുത്തു. എന്നിട്ട് മണ്ണിലൊരു കുഴി കുഴിച്ചു. പുഴയിൽ നിന്ന് വെള്ളമെടുത്തൊഴിച്ചു. ദേ അത്ഭുതം തന്നെ! പിറ്റേ ദിവസം തന്നെ വാഴവിത്ത് മുളച്ചു. പിന്നെ ഇല വന്നു. വാഴ വലുതായി വലുതായി പിന്നെ വലിയൊരു കുലയും വന്നു. വാഴപ്പഴമുണ്ടായി. 3-ാം ദിവസം ആ കുലയങ്ങ് പഴുത്തു തുടുത്തു. പഞ്ചമി അത്ഭുതപ്പെട്ടു. ഹായ്, പഴുത്ത വാഴപ്പഴം. ഇത് കണ്ട് പക്ഷികളൊക്കെ കൊതിയോടെ പറന്നു വന്നു. അവർ വാഴക്കുലയ്ക്ക് ചുറ്റും നിന്നു. മൂങ്ങ മുത്തശ്ശി പറഞ്ഞു, കാക്കമ്മയെ കണ്ട് പഠിക്ക്. ദ്രോഹിക്കുന്നവർക്ക് പോലും നന്മ ചെയ്യുന്നവളായതുകൊണ്ടാണ് അവൾക്ക് 3 ദിവസം കൊണ്ട് കുല വരുന്നു ഈ മാന്ത്രിക വിത്ത് കിട്ടിയത്. ചെല്ല്, എല്ലാവരും ചെല്ല്, ചെന്ന് വയറ് നിറച്ച് പഴമെടുത്ത് കഴിക്ക്. വാ കൂട്ടുകാരി, നിങ്ങൾ കൊതി തീരെ കഴിച്ചു. ഈ പഴം മുഴുവനും നിങ്ങൾക്കുള്ളതാ. പഞ്ചമിയും പറഞ്ഞു. പക്ഷികൾ സന്തോഷത്തോടെ വാഴപ്പഴം മുഴുവനും കഴിച്ചു തീർത്തു. അങ്ങനെ അവർ പിന്നീട് ആ കാട്ടിൽ സന്തോഷമായി ജീവിക്കാൻ തുടങ്ങി. അപ്പോഴല്ലേ നീലിമല കാട്ടിലേക്ക് കുസൃതിക്കാരനായ ഒരു പുതിയ അതിഥി എത്തിയത്. അന്നൊരു ദിവസം മയിലമ്മ നൃത്തം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദാ പെട്ടെന്ന് ആരോ വന്ന് അവളുടെ 2 തൂവലുകൾ പറിച്ചെടുത്തു. എന്നിട്ട് ഒറ്റ ഓട്ടം. മയിലമ്മ തിരിഞ്ഞു നോക്കി. ആരെയും കാണുന്നുമില്ല. അപ്പോ തന്നെ ഒരു മരത്തിന്റെ അടിയിൽ വിശ്രമിച്ചിരുന്ന തത്തപ്പെണ്ണിനെ പുറകിൽ നിന്ന് ആരോ പച്ചിലകൾ കൊണ്ട് കിക്കിളിപ്പെടുത്തി. എന്നിട്ട് ഒറ്റയോട്ടം. തത്തപ്പെണ്ണ് തിരിഞ്ഞു നോക്കി. ആരെയും കാണുന്നില്ല. അതേ ദിവസം തന്നെ ഒരു യാത്രക്ക് പുറപ്പെടാൻ സുന്ദരിയായി ഒരുങ്ങി ഇറങ്ങി നിന്ന അരയന്ന പെണ്ണിന്റെ ദേഹത്തേക്ക് ആരോ നിറയെ വെള്ളം ചീറ്റിച്ചു വിട്ടു. അവളും തിരിഞ്ഞു നോക്കി. ആരെയും കാണുന്നേയില്ല. പഞ്ചമിക്കാക്കയാണെങ്കിലോ അതിലേറെ വിഷമത്തിലാണ്. പഞ്ചമിയിടുന്ന ഒരു മുട്ട പോലും കൂട്ടിൽ കാണുന്നേയില്ല. ആരെ ഇതൊക്കെ ചെയ്യുന്നെന്ന്
കണ്ടുപിടിക്കാനും പറ്റുന്നില്ല. 4 പേർക്ക് നേരെയും പല വിധത്തിലുള്ള ഉപദ്രവങ്ങൾ വരാൻ തുടങ്ങി. അവർ 4 പേരും ഒന്നിച്ചുകൂടി ആലോചിച്ചു, ആരെ ഇതൊക്കെ ചെയ്യുന്നേ? കണ്ടുപിടിക്കണമല്ലോ. അവർ മന്ത്രവാദിനിയായ മൂങ്ങമുത്തശ്ശിയുടെ അടുത്തേക്ക് പരാതിയുമായി ചെന്നു. കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞ് മൂങ്ങമുത്തശ്ശി പറഞ്ഞു, നമുക്ക് കണ്ടുപിടിക്കാം. എന്റെ മാന്ത്രിക വിളക്ക് കത്തിക്കട്ടെ. ഈ മാന്ത്രിക വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ എനിക്കെല്ലാം വെളിപ്പെട്ട് കിട്ടും എന്ന് പറഞ്ഞ് മുത്തശ്ശി വേഗം തന്നെ മാന്ത്രിക വിളക്ക് കത്തിച്ചു. ദാ അപ്പോഴല്ലേ പെട്ടെന്ന് ഒരു കുട്ടിഭൂതം പ്രത്യക്ഷപ്പെട്ടു. അതിനുള്ള ശിക്ഷയാണ് അവന് ഞാൻ കൊടുത്തത്. ഇനി എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? ഈ പാവം പക്ഷികളെ അവൻ വല്ലാതെ ശല്യപ്പെടുത്തുന്നു. വഴിയുണ്ട്. എനിക്ക് ഒരു മാന്ത്രിക വിത്ത് കൊണ്ടുവന്ന് തരണം. എനിക്ക് ദീർഘകാലം ജീവിക്കണമെങ്കിൽ ഈ മാന്ത്രിക വിത്ത് കഴിച്ചേ മതിയാവും. 7 കാടുകൾ കടന്ന് 7 മലകളും കടന്നങ്ങ് ചെന്നാൽ ഒരു വമ്പൻ ഗുഹ കാണാം. ആ ഗുഹയ്ക്കകത്ത് ഒരു അത്ഭുത മരമുണ്ട്. അതേ ഒരു മാന്ത്രിക പഴമേ ഉള്ളൂ. ആ പഴം പറിച്ച് അതിൽ നിന്ന് വിത്തെടുത്ത് എനിക്ക് എത്തിച്ചു തന്നാൽ ഈ വികൃതിക്കാരനെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം. കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോ മുത്തശ്ശി വിളക്കൂതി. കുട്ടിഭൂതം അപ്രത്യക്ഷമായി. ഇനിയിപ്പോ എന്താ ചെയ്യുക? മാന്ത്രിക വിത്ത് പോയി കൊണ്ടുവരണ്ടേ? അയ്യോ, എന്ത് ചെയ്യും? അയ്യോ, എനിക്ക് പേടിയാ. ഇത്ര ദൂരം പോവണ്ടേ? അയ്യോ, ഞാനില്ല, ഞാൻ പോവില്ല. അയ്യോ, എനിക്ക് പേടിയാ. ഇനിയിപ്പോ എന്താ ചെയ്യുക? പക്ഷികൾ പരസ്പരം നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ പേടിയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. എന്തായാലും മാന്ത്രിക വിത്ത് ശേഖരിച്ചല്ലേ ഒക്കൂ. കൂട്ടുകാരെ, മറ്റുള്ളവരുടെ വസ്തുക്കളൊന്നും അവരുടെ അനുവാദമില്ലാതെ എടുക്കരുത് കേട്ടോ. നോക്ക്, ഇനിയിപ്പോ മാന്ത്രിക വിത്ത് ശേഖരിക്കാൻ ആരാ പോവുക? അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. 7 കാടുകൾ കടന്ന് 7 മലകളും കടന്ന് പോകണം. മൂങ്ങമുത്തശ്ശി അതിരാവിലെ എഴുന്നേറ്റ് ദൂരെയുള്ള മലക്കപ്പാറയിലേക്ക് യാത്രയായി. അവിടെ ചെന്ന് പരുന്തുകളുടെ നേതാവായ ജഗന്തൻ പരുന്തിനെ കണ്ട് മാന്ത്രിക പഴത്തെക്കുറിച്ച് പറഞ്ഞു. മൂങ്ങമുത്തശ്ശിയുടെ ആവശ്യപ്രകാരം ജഗന്തൻ യാത്രയ്ക്ക് സമ്മതിച്ചു. ഇതാ, ഈ മാന്ത്രിക തൂവൽ കൂടി കയ്യിൽ വെച്ചോ. ആവശ്യം വരുമ്പോ ഉപയോഗിക്കണം കേട്ടോ. മുത്തശ്ശിയുടെ അനുഗ്രഹത്തോടെ ജഗന്തൻ യാത്ര ആരംഭിച്ചു. കടലുകളും കാടുമൊക്കെ കടന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് ഒടുവിൽ ഗുഹയ്ക്കടുത്തെത്തി. മൂങ്ങമുത്തശ്ശി പറഞ്ഞതനുസരിച്ച് ജഗന്തൻ ഗുഹയിലേക്ക് കയറാനൊരുങ്ങി. പെട്ടെന്നൊരു ശബ്ദം, ഒരു മിന്നലും. ആരാ? എന്താ ഇവിടെ കാര്യം? ജഗന്തൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഉള്ളിലേക്ക് നോക്കിയപ്പോഴല്ലേ കണ്ടത് ഒരു വലിയ സർപ്പം. കയ്യിൽ ഒരു തിളങ്ങുന്ന മാന്ത്രിക പഴവുമുണ്ട്. എന്താ? എനിക്ക് ആ പഴം തരൂ. ഇത് നല്ല തമാശ. ഞാൻ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ മാന്ത്രിക പഴം നിനക്ക് വേണമെന്നോ? ഇത് കഴിച്ച് ഒത്തിരി നാൾ എനിക്കിവിടെ സുഖമായിട്ട് ജീവിക്കേണ്ടതാ. വേഗം വിട്ടോ ഇവിടുന്ന്.
അല്ലെങ്കിൽ എന്റെ നാവിൽ നിന്ന് വരുന്ന തീ കൊണ്ട് നിന്നെ ഞാൻ ചാരമാകും. ജഗന്തൻ അല്പം ഭയപ്പെട്ടു. എങ്ങനെയാ ഈ പഴം കൈക്കലാക്കുക? ജഗന്തൻ അല്പം നീങ്ങിയിരുന്ന് ആലോചനയിൽ മുഴുകി. അവൻ പതുക്കെ തന്റെ മാന്ത്രിക തൂവലെടുത്തു. കണ്ണടച്ച് സർപ്പരാജകുമാരനാകാൻ ആഗ്രഹിച്ചു. ദാ അപ്പോ തന്നെ ജഗന്തൻ ഒരു സർപ്പരാജകുമാരനായി മാറി. എന്നിട്ട് അവൻ വേഗം ഗുഹയുടെ വാതിൽക്കലേക്ക് എത്തി. എന്നിട്ട് പറഞ്ഞു, നാഗമ്മേ വരുന്നോ? ഇന്ന് ചൂരമലക്കാട്ടിൽ ഒരു നൃത്ത മത്സരമുണ്ട്. വാ, നീ നന്നായി നൃത്തം ചെയ്തതല്ലേ? ഞാൻ ഇപ്പൊ വരാം. ഈ മാതൃക പഴം ഒന്ന് കഴിച്ചോട്ടെ. അത് തിരിച്ചു വന്നിട്ട് കഴിക്കാം. അയ്യോ, ഇപ്പൊ ഒരു പരത്ത് വന്ന് ചോദിച്ചിട്ട് പോയതാ. അവരിവിടെ എവിടെയോ ഉണ്ട്. ചുറ്റും കള്ളമാരാ. ഇത് കഴിച്ചിട്ട് വരാവേ. നാഗമ്മേ, ഈ അത് ഗുഹയുടെ ഉള്ളിൽ കൊണ്ടുപോയി വെക്ക്. എന്നിട്ട് ഇതാ ഈ കല്ലോട്ട് വാതിലടക്ക്. വാ ഇങ്ങോട്ട്. വേഗം പോകണം, അല്ലെങ്കിൽ മത്സരം കഴിഞ്ഞു പോവും. ശരി. നാഗമ്മ വേഗം തന്നെ മാന്ത്രിക പഴം അകത്ത് വെച്ചിട്ട് ഗുഹയടച്ച് പുറത്തേക്ക് ഇറങ്ങി. രണ്ടുപേരും കൂടി ചൂരമലക്കാട്ടിലേക്ക് യാത്രയായി. പകുതി വഴി കഴിഞ്ഞപ്പോ രണ്ടുപേർക്കും നല്ല വിശപ്പ് തോന്നി. അടുത്ത് കണ്ട അത്തിമരത്തിലേക്ക് കയറി. എന്നിട്ട് രണ്ടുപേരും വയറ് നിറയെ അത്തിപ്പഴങ്ങൾ പറിച്ചു കഴിച്ചു. അല്പനേരം വിശ്രമിച്ചിട്ട് പോയാലോ സർപ്പരാജ? ശരി. നാഗമ്മ ചുരുണ്ടുകൂടി കിടന്ന് ഒന്ന് വിശ്രമിക്കാൻ തുടങ്ങിയ നേരത്ത് സർപ്പരാജാവായി മാറിയ പരുന്തച്ചൻ എന്തു ചെയ്തെന്നോ? തന്റെ മാന്ത്രിക തൂവൽ നോക്കി. അയ്യോ, മാന്ത്രിക തൂവൽ കാണുന്നില്ലല്ലോ. അവൻ തിരിച്ചു നടന്നു, ചുറ്റിനും നോക്കി. ഓ ഭാഗ്യം, ദാ ഒരു മുൾച്ചെടിയിൽ കുടുങ്ങിക്കിടക്കുന്നു. അവൻ വേഗം തന്നെ ആ മാന്ത്രിക തൂവൽ എടുത്ത് കണ്ണടച്ചു. പഴയ പോലെ പരുന്തായി മാറാൻ ആഗ്രഹിച്ചു. ദാ ഉടൻ തന്നെ അവൻ പഴയ പോലെ പരുന്തായി മാറി. എന്നിട്ട് വേഗത്തിൽ പറന്ന് നാഗമ്മയുടെ ഗുഹയിലേക്ക് എത്തി. കല്ലെടുത്ത് മാറ്റി വേഗം തന്നെ ആ മാന്ത്രിക പഴം ഓടിച്ചെന്ന് എടുത്തു. എന്നിട്ട് തിരിച്ചു പറന്നു. ഉറക്കമുണർന്ന നാഗമ്മ സർപ്പരാജനെ കാണാതെ ചുറ്റിനും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ അടുത്തേക്ക് എത്തിയ പരുന്തച്ചൻ പറഞ്ഞു, എനിക്ക് മാതൃകപ്പഴം തരുമോ? നീ പോയില്ലേ ഇതുവരെ? പോടാ പോടാ പോടാ. നാഗമ്മ തരട്ടോ. പോയിട്ട് വരാട്ടോ. പരുന്തിന്റെ കയ്യിലെ മാന്ത്രിക പഴം കണ്ട് നാഗമ്മയ്ക്ക് താൻ ചതിക്കപ്പെട്ടുവെന്ന് മനസ്സിലായി. അവൾ തീ തുപ്പാൻ തുടങ്ങി. അപ്പോഴേക്കും ജഗന്തൻ പരുന്ത് വേഗത്തിൽ ഉയരത്തിലേക്ക് പറന്നു. എന്നിട്ട് കാടുകളും മലകളും ഒക്കെ കടന്ന് അങ്ങനെ യാത്ര തുടർന്നു. ജഗന്തൻ പരുന്ത് കടലുകളും കാടുകളും ഒക്കെ കടന്ന് ഒടുവിൽ മാന്ത്രിക പഴവുമായി മൂങ്ങ മുത്തശ്ശിയുടെ അടുത്തെത്തി. ജഗന്തൻ എത്തിയ വിവരമറിഞ്ഞ് മറ്റു പക്ഷികളും ഓടിയെത്തി. അങ്ങനെ ജഗന്തൻ മാന്ത്രിക പഴം എടുത്ത് മുത്തശ്ശിക്ക് കൊടുക്കാൻ ഒരുങ്ങിയപ്പോ ദാ ആ മാന്ത്രിക പഴം ആരോ വന്ന് തട്ടിയെടുത്ത് ഓടിക്കളഞ്ഞു. ഒരു പുകപടലം മാത്രം മുന്നിൽ കാണാം. ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന പഴമല്ലേ? ജഗന്തൻ വേഗം തന്നെ പുറകെ പറന്നു. പക്ഷെ എന്ത് ചെയ്യാം, ആളെ കിട്ടിയില്ല. പക്ഷികൾക്കൊക്കെ വിഷമമായി. മൂങ്ങ മുത്തശ്ശി വേഗം തന്നെ വിളക്കെടുത്തു. പക്ഷികളെല്ലാം മുത്തശ്ശിക്ക് ചുറ്റും നിന്നു. ദാ വീണ്ടും ആരോ വന്ന് പക്ഷികളുടെ തൂവലുകളൊക്കെ പറിക്കാൻ തുടങ്ങി. ഉറക്കെയുള്ള ചിരിയും കേൾക്കാം. മുത്തശ്ശി വേഗം തന്നെ വിളക്ക് കത്തിച്ചു. ദാ ആ കൈകൾ വന്ന് വെള്ളമൊഴിച്ച് മുത്തശ്ശിയുടെ വിളക്ക് കെടുത്തി കളഞ്ഞു. മുത്തശ്ശി
വേഗം തന്നെ വിളക്ക് രണ്ടാമതും കത്തിച്ചു. അപ്പോഴേക്കും ഒരു വലിയ കാറ്റ് വന്നു. വിളക്ക് കെട്ടുപോയി. എല്ലാവർക്കും സങ്കടമായി. മുത്തശ്ശി വേഗം തന്നെ മൂന്നാമതും പെട്ടെന്ന് വിളക്ക് കത്തിച്ചു. ഓ ഭാഗ്യം! വിളക്ക് കത്തി കഴിഞ്ഞപ്പോ തന്നെ കുട്ടിഭൂതം പ്രത്യക്ഷപ്പെട്ടു. എവിടെ? മാന്ത്രികപ്പഴം എവിടെയെന്ന്? തരൂ. എവിടെ? മാന്ത്രികപ്പഴം താ. അതെ അതെ, ഒരു കൈ വന്ന് എന്റെ അടുത്തിട്ട് മാന്ത്രികപ്പഴം കട്ടെടുത്തോണ്ട് പോയി. ഒരു പുക പോലെ ആ കൈ ഇവിടെ ഒക്കെ ഓടി നടപ്പുണ്ട്. ചിലി 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 ജിച്ചിലിലു 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 ചിലി 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 ജിച്ചിലിജു വികൃതി കുട്ട കുസൃതി കുട്ട ചിലി ചിലു ചിലി ചിലു ജിച്ചിലിലു ചിലി ചിലു ജിച്ചിലു ജിച്ചിലിലു വായോ വായോ പുറത്ത് വായോ, നിന്നെ ഞാൻ ശിക്ഷയിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു. വാ. ഇങ്ങനെ പറഞ്ഞയുടൻ ദേ ഒരു കുസൃതിക്കാരനായ കുട്ടിക്കുരങ്ങൻ അവൻ ഒളിച്ചിരുന്നെടുത്ത് നിന്ന് മാന്ത്രികപ്പഴവുമായി താഴേക്ക് വീണു. അയ്യോ, എന്റെ അമ്മേ, എന്റെ കാലൊടിഞ്ഞേ. അയ്യോ, എന്റെ കാലൊടിഞ്ഞേ. അയ്യോ. പക്ഷികളെല്ലാം അത്ഭുതത്തോടെ നോക്കി നിന്നു. എല്ലാവർക്കും സന്തോഷമായി. കുട്ടിക്കുരങ്ങന്റെ അടുത്ത് നിന്ന് മാന്ത്രികപ്പഴം താഴേക്ക് വീണു. പരുന്തച്ചൻ അതെടുത്ത് കുട്ടിഭൂതത്തിന് കൊടുത്തു. എന്താ കുട്ടിക്കുരങ്ങ, ഇനി മുതൽ മര്യാദക്ക് ജീവിക്കണം കേട്ടോ. ആരുടെയും സാധനങ്ങൾ കട്ടെടുക്കരുതേ. നമ്മുടെ കള്ള, നീയായിരുന്നല്ലേ കള്ള ചെറുക്കൻ. നിക്കണ അവിടെ. ഇത്രയും കാലം ഞങ്ങളൊക്കെ പറ്റിച്ചെടുത്ത് നീയായിരുന്നല്ലേ കള്ള. നിക്കണ അവിടെ, നിക്കാൻ. നിങ്ങളെയൊക്കെ പറ്റിക്കാൻ നല്ല രസമായിരുന്നു. വേണമെങ്കിൽ എന്നെ പിടിച്ചോ. വാ വാ വാ, വേണമെങ്കിൽ പിടിച്ചോ. അങ്ങനെ എന്നെ കിട്ടൂല കേട്ടോ. കുട്ടിക്കുരങ്ങച്ചനെ പിടിക്കാൻ അവർ പുറകെ ഓടി. അങ്ങനെ അവർ പിന്നീട് കുട്ടിക്കുരങ്ങച്ചനുമായി ചേർന്ന് കളിച്ച് ചിരിച്ച് സന്തോഷമായി ജീവിക്കാൻ തുടങ്ങി. കൂട്ടുകാരെ, കഥ ഇഷ്ടമായോ? കൂട്ടുകാരെ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ആരെയും കളിപ്പിക്കരുത് കേട്ടോ. എപ്പോഴും എല്ലാവരുമായി സന്തോഷമായി ജീവിക്കാൻ ശ്രമിക്കണം കേട്ടോ. Hello friends, if you like our videos, please subscribe to our channel.